കോടാനുകോടികളുടെ സമ്പത്ത് വിഴുങ്ങി നിയമത്തെ പറ്റിച്ച് വിലസി നടക്കുന്ന ഒരുവൻ ഖജനാവ് കുടുംബത്തോടെ ചേർന്ന് നക്കിത്തുടച്ച് മലയാളിയെ നോക്കി ഇളിക്കുന്നു. ഈ മാഫിയകൾക്ക് ജയ് വിളിക്കാൻ പടുവിഡ്ഢികളായ കുറെ എണ്ണം വേറെ. തൊഴിലാളി പാർട്ടിയാണത്രേ, പക്ഷേ നേതാക്കന്മാർ കോർപ്പറേറ്റുകൾ. ഇരട്ട ചങ്ക് എന്ന വിളിപ്പേര് അന്വർത്ഥമാക്കുന്ന ഇരട്ട AKG സെന്റർ. ഇത് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നാം. സാധാരണ ഇത്തരം മഹാസൗധങ്ങൾ ഒറ്റയടിക്ക് പടുത്തുയർത്താറില്ല, ഘട്ടം ഘട്ടമായാണ് പണിതുയർത്തുന്നത്. ഇപ്പോൾ അങ്ങനെ പണത്തിന് പഞ്ഞമില്ല. ഒന്നല്ല 10 മഹാസൗധങ്ങൾ നിർമ്മിക്കാനും പഞ്ഞമില്ല. ഇതിനൊക്കെ കാശ് എവിടുന്നാണ് പിണറായി? കാരണഭൂതന് കൂട്ടിക്കൊടുപ്പുകാരനായാൽ മതി. മാഫിയ വലയമാണ് കാരണഭൂതനും പാർശ്വവർത്തികളും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത ജനവിധി വന്നു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വെടിതീരും, അത് ഓർത്തോളൂ. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ കണ്ണായ സ്ഥലത്ത് AKG സെന്റർ ഉയർന്നിരിക്കുകയാണ്. കോടികളാണ് പൊടിച്ചിരിക്കുന്നത്. പാവങ്ങളുടെ പാർട്ടി ആഫീസാണ് കേട്ടോ. പാവങ്ങളുടെ പടത്തലവൻ സാക്ഷാൽ AKG തന്റെ പേരിലുള്ള പടുകൂറ്റൻ കെട്ടിടം കണ്ടാൽ ഒന്ന് ഞെട്ടും. തന്റെ കീശയിലുള്ള നാണയത്തുട്ടുകൾ പോലും പെറുക്കി കൂട്ടി അന്യന്റെ വിശപ്പ് മാറ്റുന്ന AKGയും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളും പിൽക്കാലത്ത് അവരുടെ പേരിൽ പടുകൂറ്റൻ കെട്ടിടം ഉയർന്നത് കണ്ടാൽ മേലെ ഇരുന്ന് സന്തോഷിക്കും എന്നാണോ? ഈ മണിമാളിക പണിയാൻ വേണ്ടി വന്ന പണത്തിന് മുഴുപട്ടിണിക്കാരനും അരപ്പട്ടിണിക്കാരനും അന്നം കൊടുത്തുകൂടെ എന്ന് ചോദിച്ച് കാരണഭൂതനെ ചാട്ടവാറിന് തല്ലിയേനെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ധർമ്മവും മൂല്യവും മറന്നു പോകരുതെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചേനെ. കേരളത്തിൽ പട്ടിണിയില്ലല്ലോ, DYFI പൊതിച്ചോറുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ AKGയുടെ മുഖത്ത് നോക്കി പിണറായി മറുപടി കൊടുക്കുമായിരിക്കും. AKG ജീവിച്ചിരുന്ന കാലത്ത് പാളയത്തെ ഇടറോഡിൽ ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചു പോകാൻ എത്രയോ വട്ടം ഇവിടം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകും. AG's ഓഫീസിലെ പതിവ് സമരകേന്ദ്രത്തിലേക്ക് ചാക്കയിൽ വിമാനമിറങ്ങി കാറിൽ കുതിച്ചു പായുന്ന AKG മുട്ടുശാന്തിക്കും മൂത്രശങ്ക തീർക്കാൻ സാധാരണ കണ്ടുവച്ചിരിക്കുന്നത് ഈ ഇടറോഡായിരുന്നു എന്നതും പഴമക്കാർക്കറിയാം. ഇപ്പോൾ അവിടെയെങ്ങാൻ AKG വന്ന് പെട്ടാൽ കണ്ണഞ്ചിപ്പോകും. അവിടെയെല്ലാം ശതകോടികളുടെ നിക്ഷേപ പെരുമ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. ചെങ്കൊടി ചൂടി നിൽക്കുന്ന എത്രയെത്ര അമ്പര ചുംബികൾ. പാർട്ടിയിൽ ഇതിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നവരിൽ ഏറിയ പങ്കും നേതാക്കൾ ഓരോ കാലത്ത് ഗുരുതരമായ അച്ചടക്ക നടപടികൾ നേരിട്ടവരാണ്. പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോയവരാണ്. ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ CPMന്റെ ചരിത്രം തുടങ്ങുന്നത് പിണറായി വിജയൻ സെക്രട്ടറിയായ 1998 സെപ്റ്റംബർ 25 മുതലാണെന്ന് വന്നാൽ അത്ഭുതപ്പെടാനില്ല. പിണറായി വിജയനെയും കൂട്ടരെയും വീണ്ടും പൊളിച്ചെടുക്കുകയാണ് ശക്തിധരൻ. പടുകൂറ്റൻ AKG സെന്ററിന്റെ ഉദ്ഘാടന മാമാങ്കത്തിന്റെ തിമിർപ്പിലാണ് CPMകാർ. ആ CPMകാരെ എല്ലാവരെയും വളഞ്ഞിട്ട് തല്ലുകയാണ് ഇപ്പോൾ ഒരു പോസ്റ്റിലൂടെ ശക്തിധരൻ ചെയ്തിരിക്കുന്നത്. AKG സെന്റർ പണിതുയർത്തും വരെ CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് പാളയം പഞ്ചാപുര ജംഗ്ഷനിലെ മീൻ ചന്തയോട് ചേർന്ന് ഒരു സാധാരണ കെട്ടിടത്തിലായിരുന്നു. അക്കാലത്തെ CPM പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ള നേതാക്കളുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനം ഈ കെട്ടിടമായിരുന്നു. ഇന്ന് ആ കെട്ടിടം പൊളിഞ്ഞു. ചരിത്രം ഉറങ്ങുന്ന മണ്ണ്. പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ വരവേൽക്കുന്നത് പാളയം കണ്ണിമോറ മാർക്കറ്റിന് പിന്നിൽ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നുള്ള ഈ സാധാരണ കെട്ടിടമായിരുന്നു. മത്സ്യ മാർക്കറ്റിൽ നിന്ന് കൊത്തിയെടുത്ത മീൻ കുഞ്ഞുങ്ങളുമായി തലയ്ക്ക് മുകളിലൂടെ ഊളിയിടുന്ന പക്ഷികൾ റാഗിപ്പറക്കുമ്പോൾ പാളയത്തേക്ക് ഊടുവഴിയിലൂടെ നടന്നു കയറുന്ന PB അംഗങ്ങളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും കഷണ്ടി തലയിൽ മീൻ മുള്ളോ മീനിന്റെ ചെകിളയോ പതിക്കാതിരുന്നാൽ ഭാഗ്യം. അന്നത്തെ ആ വഴിയാണ് പല നേതാക്കൾക്കും ഏറെ പഥ്യം. മീനിന്റെ മണവും പുണ്യാഹം പോലുള്ള ഇറ്റിറ്റ് വീഴുന്ന മീൻവെള്ളവും ആവോളം ആസ്വദിച്ചാണ് അഴീക്കോടൻ രാഘവനും CH കണാരനും VS അച്യുതാനന്ദനും N ശ്രീധരനും OJ ജോസഫും ഇതുവഴി പോയത്. VS പാളയത്ത് ബസ്സിറങ്ങി ഒരു കറുത്ത തുകൽ ബാഗും പിടിച്ച് പഞ്ചാപുരയിലേക്ക് നടന്നു വരുന്നത് ഒരു ഗോളം പാളയം ജംഗ്ഷന് മുകളിൽ നിന്ന് താഴെ കുരുട്ടിവിട്ടതുപോലെയാണ്. അത്ര തടിയനാണ് അന്നത്തെ VS. കൃശഗാത്രനായത് പിന്നീടാണ്. ലോകത്തൊരാളോടും തനിക്ക് ഒരു സൗഹൃദവുമില്ലെന്ന മട്ടിലായിരുന്നു ശ്വാസം പിടിച്ചുള്ള ആ നടത്തം. പാർട്ടി തീരുമാനം ആരെയോ അറിയിക്കാനുള്ള വിപ്ലവകാരിയുടെ കുതിപ്പായിരുന്നു അത്. എന്റെ പിന്നാലെ വരുന്നവനെ സൂക്ഷിക്കണമെന്നെങ്കിലും VSന് മുന്നറിയിപ്പ് കൊടുത്തുകൂടായിരുന്നു.
രാത്രികളിൽ അധികം പണിയുള്ള ദിവസങ്ങളിൽ EMS പഞ്ചാപുരയിലെ ഓഫീസിൽ നിന്ന് ശാന്തിനഗറിലെ വീട്ടിൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വൈകിയായിരുന്നല്ലോ. രാത്രി 8 മണി കഴിഞ്ഞാൽ ഓഫീസിന്റെ ചേർന്നുള്ള കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴും ഉഗ്രൻ മുദ്രാവാക്യം ഉയരുമ്പോഴും അതിന്റെ പൊരുൾ അന്വേഷിച്ച് EMS ഉഴറിയിട്ടുണ്ട്. ഇപ്പോൾ എന്തിനാ മുദ്രാവാക്യം വിളി എന്ന് ചോദിക്കുമ്പോൾ പരിസരത്തുള്ള സഖാക്കൾ നാണം കുണുങ്ങി മാറി നിൽക്കാറുണ്ട്. പിന്നീടാണ് EMSന് മനസ്സിലായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് തൊട്ടടുത്ത മുക്കാടന്റെ ബാറിലെ 2 പൈന്റ് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശമാണ് ആ മുദ്രാവാക്യം വിളിയെന്ന്. അതുമായി EMSും പിന്നെ പൊരുത്തപ്പെട്ടു. എന്തായിരുന്നു അന്നത്തെ പാളയം? മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിന്റെ പരിച്ഛേദം അവിടെ കാണാമായിരുന്നു. തോമസ് ഹാർഡിയുടെ നോവലിലെ അധ്യായം തുറന്നുവെച്ച പ്രതീതി. ഒരു നേരത്തെ വിശപ്പടക്കാൻ പച്ചയായ വ്യഭിചാരം, സുഖം നേടാൻ 1-2 കവിൾ മദ്യം, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആഭിചാരങ്ങൾ. ഒരു കൃത്രിമത്വവുമില്ലാത്ത ആ ജീവിതത്തിൽ നിന്ന് എത്രയോ അകലെയാണ് ഇന്നത്തെ പുത്തൻ AKG സെന്റർ. ആർക്കും പ്രവേശനമില്ല. അകത്ത് നടക്കുന്നത് പുറത്തു വരില്ല. എല്ലാം ഇരുമ്പ് മറയിൽ. അത്രയും മാത്രം പറഞ്ഞാലും തീരില്ല. ആദ്യ AKG സെന്റർ പണി തുടങ്ങിയത് 1977-ലാണ്. അതിലെ പരിഷ്കരണങ്ങൾ ഇനിയും മുഴുമിപ്പിച്ചിട്ടില്ല. തുടക്കത്തിൽ ഒരു മുറി പോലും ശീതീകരിച്ചിരുന്നില്ല. ഇപ്പോഴാകട്ടെ ശീതീകരിക്കാത്ത മുറി കണ്ടെത്താൻ പാടാകും. കാരണഭൂതന്റെ ദീർഘദൃഷ്ടിയെ ആർക്കും വില കുറച്ച് കാണാനാകില്ല. ഒറ്റ ഉദാഹരണം മാത്രം ചൂണ്ടിക്കാട്ടാം. എന്തുകൊണ്ടാണ് ഈ സമുച്ചയങ്ങൾക്കിടയിൽ കൈരളി ചാനലിനെ കുടിയിരുത്തിയിരിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തൊരു കാഞ്ഞ ബുദ്ധി! ആരാ ചാനലിന്റെ അധിപൻ? ഏതെങ്കിലും പാർട്ടി സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു മേധാവിയെ എവിടെയെങ്കിലും പാർട്ടി ചുമക്കുന്നുണ്ടോ? ഒരാൾക്ക് അതിന്റെ മേധാവിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം അതിന്റെ തലപ്പത്തിരിക്കാം. ആരും ചോദിക്കില്ല. കാരണഭൂതന് കൂട്ടിക്കൊടുപ്പുകാരനായാൽ മതി. ഇതെവിടെ നടക്കും? എറണാകുളത്ത് മരടിൽ അനധികൃതമായി കെട്ടിപ്പൊക്കിയ ബഹുനില മാളിക സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ധൂളിയായി പൊളിഞ്ഞു തീർന്നപ്പോൾ അവർ ഒട്ടും ഹതാശരായില്ല. എന്തെന്നാൽ അതുക്കും ഊക്കൻ സൗധങ്ങൾ അവർക്ക് ഈ നഗരത്തിലുണ്ട്. കൈരളി സൗധം കൈയടക്കിയത് തന്നെ വളഞ്ഞ വഴിയിലൂടെയാണ്. CPM സഹയാത്രികനായ മഞ്ഞളാംകുഴി അലി അഡ്വാൻസ് കൊടുത്തിട്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. അലിയെ ഭീഷണിപ്പെടുത്തിയാണ് ഈ സ്ഥലം കൈക്കലാക്കിയത്. അതോടെ അലി പാർട്ടി മാറി. ഇത്തരത്തിലുള്ള മാഫിയ വലയമാണ് കാരണഭൂതനും പാർശ്വവർത്തികളും ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് സമാന്തരമായ മറ്റൊരു വലയമാണ് പാർട്ടി സെക്രട്ടറിയുടെ ആശീർവാദത്തോടെ ഉണ്ടാക്കിയിരിക്കുന്നത്. രണ്ടും മാഫിയകളാണ്. അടുത്ത ജനവിധി വന്നു കഴിഞ്ഞാൽ എല്ലാം വെടിതീരും. ഇതായിരുന്നു ശക്തിധരൻ കുറിച്ച പോസ്റ്റ്. ഈ പോസ്റ്റിൽ ഉടനീളം പറയുന്നത് പഴയ AKG സെന്ററിനെ കുറിച്ചും എന്നാൽ ഇന്നിപ്പോൾ കോർപ്പറേറ്റുകളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കെട്ടിപ്പൊക്കിയ AKG സെന്ററിനെ കുറിച്ചുമാണ്. ഇന്നത്തെ AKG സെന്ററിന് പഴയ ആ വിപ്ലവത്തിന്റെ മുഖമില്ല എന്ന് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്നത്തെ AKG സെന്റർ വെറുതെ പാർട്ടിയുടെ ആഡംബരവും തലയെടുപ്പും കാണിക്കുന്നതിന് വേണ്ടി മാത്രം. ഇങ്ങ് കേരളത്തിൽ മാത്രമാണല്ലോ പച്ച പിടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിലും ഇങ്ങ് കേരളത്തിൽ മാത്രം മതി തങ്ങളുടെ പ്രൗഢി എന്താണെന്ന് കാണിക്കാൻ എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ ഈ പടുകൂറ്റൻ കെട്ടിടം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ശക്തിധരനെ പോലെയുള്ള ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തുന്നത്. കയ്യിൽ പണമുണ്ടല്ലോ, ഖജനാവിൽ നിന്നും നക്കിയെടുത്തതും അതുപോലെ തന്നെ അഴിമതികളിൽ നിന്നുണ്ടാക്കിയെടുത്ത കോടാനുകോടികളുമെല്ലാം കുമിഞ്ഞുകൂടി ഇനി AKG സെന്ററിലെത്തുമെന്ന്. ഇനി പിണറായി വിജയനെ കാണാൻ വരുന്ന കോർപ്പറേറ്റുകൾക്ക് മറ്റു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ റൂം എടുക്കേണ്ട കാര്യമില്ല. നേരിട്ട് AKG സെന്ററിൽ വന്നു നിന്ന് ഒരു ചർച്ച നടത്തിയാൽ മതി. കയ്യിലേക്ക് കാശ് ഒഴുകുകയല്ലേ. പിണറായി കണക്ക് കൂട്ടുന്നതും അതൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുകയാണ്, CPMകാരെ മൊത്തത്തിൽ എടുത്തിട്ട് അലക്കുകയാണ് ശക്തിധരൻ ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.